ഓ മൈ ഗോഡിന്റെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഈ ഓണം സ്പെഷ്യൽ എപ്പിസോഡ് ഞങ്ങൾ സമർപ്പിക്കുന്നത് പ്രായത്തിന്റെ അവശതകളെ വകവയ്ക്കാതെ കഠിനാധ്വാനം ചെയ്യുന്ന കേരളത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കാണ്. നമ്മുടെ നാടിന്റെ വികസനത്തിനും വൃത്തിക്കും വേണ്ടി വിയർപ്പൊഴുക്കുന്ന ഈ സാധാരണ മനുഷ്യർക്ക് ഇത്തവണത്തെ ഓണം കുറച്ചുകൂടി സ്പെഷ്യലാക്കുകയാണ് ഓ മൈ ഗോഡ്. തെരഞ്ഞെടുത്ത തൊഴിലുറപ്പ് തൊഴിലാളികളെയും കൂട്ടി ഞങ്ങൾ ഒരുക്കുന്നത് ഒരു വിനോദയാത്രയാണ്. പക്ഷേ ഈ യാത്രയിൽ ഒരു ബിഗ് സർപ്രൈസ് കൂടിയുണ്ട്. ഒരു പഞ്ചായത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ മക്കളായി ഓ മൈ ഗോഡിന്റെ ആർട്ടിസ്റ്റുകൾ വേഷമിടുന്നു. യാത്ര പോകുന്ന ബസ്സിൽ അവരാദ്യം കയറുന്നു. പിന്നാലെ തൊഴിലാളികളെ നിയന്ത്രിക്കുന്ന ഒരു മാറ്റിന്റെ സഹായത്തോടെ അതേ പഞ്ചായത്തിലെ 4 തൊഴിലുറപ്പ് തൊഴിലാളികളെയും ഞങ്ങൾ ഈ യാത്രയുടെ ഭാഗമാക്കുന്നു. കളിയും ചിരിയും പാട്ടും തമാശയുമായി യാത്ര മുന്നോട്ടു പോകുമ്പോൾ അവരറിയാതെ മറ്റൊരു കഥ കൂടി ഈ ബസ്സിനുള്ളിൽ അരങ്ങേറുകയാണ്. അവരുടെ ജീവിതം അടുത്തറിയാനും അവരുടെ സന്തോഷങ്ങൾ പങ്കിടാനും ഒടുവിൽ അവരൊരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ബിഗ് സർപ്രൈസ് സമ്മാനിക്കാനുമാണ് ഓ മൈ ഗോഡ് ഒരുങ്ങുന്നത്. എന്തായിരിക്കും ആ സർപ്രൈസ്? കാണാം ഓണം സ്പെഷ്യൽ ഓ മൈ ഗോഡ്. പരിചയപ്പെടണ്ടേ? അതെനിക്കറിയാം, എന്റെ അമ്മയുടെ ഫ്രണ്ടാണ്. അവർ രണ്ടുപേരും മേറ്റുകൾ തന്നെ, അവരുടെ രണ്ടുപേരും പരിചയമുണ്ട്. പേര് പറ. ജയന്തി, പ്രഭാകുമാരി, കത്രീന. ഇപ്പൊ ആശ്വാസായില്ലേ? വണ്ടി വന്ന് ഇച്ചിരി ചെറു ആശ്വാസമായി. വെള്ളം കുടിച്ച് പഴം കഴിച്ച്. ഇവിടെ ആര് പാട്ടൊക്കെ പാടും? നമുക്കിങ്ങനെ ചുമ്മാ ബോറടിക്കൂലേ ഇങ്ങനെ വെറുതെ ഇരുന്ന്. ചേച്ചി പീരാന്റി അവിടെ ഇരിക്കട്ടെ. പീരാന്റി ഞാൻ പ്രത്യേകം കാണാം. ഒരു പാട്ട് പാടും, ഞങ്ങൾ എല്ലാരും കൂടെ. ഇതില് പാട്ടൊന്നും വർക്ക് ചെയ്യുന്നില്ല. നമ്മള് ചോദിച്ചു, ഇപ്പൊ പാട്ടൊന്നും ഇടാൻ പറ്റൂല. കണ്ണിമാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോ മാമ്പഴമാകട്ടേന്ന് എന്റെ പുന്നാരെ, മാമ്പഴമാകട്ടേന്ന്. പോണേ ഉള്ളൂ കളെ ബസ്സില്. വരാം, രണ്ടുകൂടെയൊക്കെ കഴിയുമ്പോ വരാം. വെമ്പായം പോകുന്ന റൂട്ടോ? ഈ റൂട്ട് തന്നെയാണ്. പേര് റൂട്ടല്ലേ? വഴിയൊന്നും. എടി നമുക്ക് മറ്റേ അന്താക്ഷരി എന്തെങ്കിലും കളിച്ചാലോ? പുഞ്ചിരിച്ച നീലരാവിൽ. എനിക്കും അറിയാം. പ്രഭയ്ക്കറിയാമോ? ഇവിടെ വേറൊരു പ്രഭ എവിടെ? 2 പ്രഭ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ടീമുള്ളവര് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം. എന്നിട്ട് ഇവിടെ ഒന്നും ചെയ്യണം. അവന്മാര് വന്ന് കയറി കുടിച്ചു. എന്റെ കയ്യും പോയി. അവര് സംസാരിക്കും. നമ്മൾ ഇറങ്ങണ്ട. തട്ടിയതുപോലും ഇപ്പൊ കാരണം വണ്ടി അവിടെ നിങ്ങൾ റോങ് സൈഡ് വന്നേ. എന്റെ റോഡ് സൈഡ്, ഞാൻ റൈറ്റ് സൈഡിലാണ് വന്നത്. ഞാൻ മര്യാദ വണ്ടി റോഡേ വന്നത്. നമ്മള് മര്യാദക്ക് വണ്ടി ഓടിച്ചു വന്നു. വണ്ടി ഓടിയത് ഞാൻ മര്യാദക്കല്ലേ വണ്ടി ഓടിച്ചത്. അവൻ ഫിറ്റ് ആണ്, കണ്ടറിയാലോ ഫിറ്റ് ആണ്. ഞങ്ങൾ കുഴപ്പം കുടിക്കും. എന്റെ പൈസ തൊട്ട് ഞാൻ അടിക്കും. നിങ്ങൾ ഈ വണ്ടി എടുത്ത് വർണ്ണം കണ്ടോണ്ടല്ലോ. പിന്നെ നിങ്ങളെ എന്ത് തുടക്കണേ? കൈ വെക്കില്ല.
പെണ്ണുങ്ങളായത് എനിക്കറിയില്ല പെണ്ണുങ്ങളായത് നിങ്ങളെ പെണ്ണുങ്ങൾ സംസാരിക്കുന്നത് വണ്ടി എടുത്തോണ്ട് കയറി ഞാൻ ഇവിടെ എന്റെ റോഡിലേക്ക് മര്യാദയ്ക്ക് ഓടിച്ചു പാട്ട് കണ്ട് നിങ്ങളാണ് കയറി വരുന്നത്. നിങ്ങൾ സൈഡ് കയറി വന്നപ്പോ നോക്കണമായിരുന്നു. എന്റെ മറ്റേ സൈഡിലുള്ള വണ്ടി അവനെ മുന്നേ ഇടിക്കോളെ കൈ വെക്കണായിരുന്നു ശരിയാവും. വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കണം. എന്താ വെച്ചിരിക്കേ ദേഹത്തോലും കയറി പിടിച്ചു കളയും. നിന്നെ തൊട്ടാ തൊട്ടില്ലല്ലോ ഞാൻ ചോദിക്കട്ടെ എന്റെ വണ്ടി സ്റ്റേഷൻ കെട്ടി വന്നത് നിങ്ങളെ ദേഹത്ത് ഞാൻ തൊട്ടോ നിങ്ങളെ തൊട്ടോ മമ്മി തൊടാലോ മാറിപ്പോണ കൂട്ടത്തിലുള്ള അല്ല അത്. അവരെ കൊണ്ട് ടൂർ മനസ്സിലായോ? അവനടിക്കണതിന് നിങ്ങളെ കയ്യിലെ കുഴപ്പം നിങ്ങൾ വണ്ടി എടുത്ത് മാറ്റണം. ഞങ്ങൾ പോണം. നിന്റെ എന്റെ വണ്ടിയുടെ പൈസ നിന്റെ പോലീസിനെ വിളിക്കാൻ നമ്മളെ പോലീസ് നിന്നാളയില്ലേ എന്റെ വണ്ടി തട്ടിയെന്ന് എനിക്ക് എന്റെ സംബന്ധം കൊണ്ടുപോകണം തീക്കേട്ട പീനു അണ്ണന്റെ ഇവിടെ കൊണ്ടുപോയി ഈ വണ്ടി എന്റെ അണ്ണയുണ്ട് തീക്കേട്ട പീനു ചേട്ടാ ചേട്ടാ ഇവിടെ ഉള്ളല്ലേ ഈ തീക്കട്ട ആര് തീക്കട്ട പൈസ ഇല്ലേ പൈസ ചേട്ടാ ഇതിന് സൊല്യൂഷൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാ ചേട്ടാ ഇവിടെ ഉള്ള ആളല്ലേ വണ്ടി കയറി ഞങ്ങൾ വണ്ടി എടുത്തിട്ട് ചൂടാൻ. എടേ തനിക്കിപ്പോ എന്താണ് വേണ്ട വണ്ടി എടുക്കാം എന്ത് ചെയ്യണം ഇപ്പം പിന്നെ എന്റെ പോയിട്ട് എന്ത് ചെയ്യണം പോയിട്ട് എന്റെ അവിടെ അണ്ണൻ സംസാരിക്കട്ടെ പൈസ വേണം ഞാൻ കുടിച്ചോണ്ടിരിക്കും മാറ്റി വണ്ടി എടുക്കട്ടെ. അയാളുടെ പോയി പറയാന്നാ ഇങ്ങനെ അയാൾ ഇതിനെക്കാട്ടി മാന്യനായിരുന്നു പിന്നല്ലാതെ. കേറ് 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 നീ കേറണ്ട അവൻ വരും അവൻ റൂട്ട് കറക്റ്റ് റൂട്ട് വണ്ടി കൊണ്ട് വന്നാക്കി നീ ഇവിടെ നിന്ന് 1 കിലോമീറ്റർ അപ്പുറത്ത് പോകൂല കുടിക്കാൻ പൈസ തീപ്പെട്ടി തീപ്പെട്ടിയല്ല തീക്കട്ടയാ തീപ്പെട്ടിയാ അവിടെ പോയിട്ട് അയാളടുത്ത് അവിടെ ചെല്ലാം പോലീസ് അങ്ങ് വരാമെന്ന്. എടി അയാള് കുഴപ്പമില്ലെന്നോ? അയാള് കാര്യം പറഞ്ഞാൽ മനസ്സിലല്ലോ വണ്ടി തട്ടിയില്ലല്ലോ പിന്നെന്താ അയാളടുത്ത് കാര്യം പറഞ്ഞ് യവനെ അല്ലെങ്കിൽ തലേന്ന് പോകൂലെന്ന് നമ്മൾ എവിടെ പോണോ അവിടെ വരുമെന്ന് വണ്ടിയും കൊണ്ട് ഒരു കാര്യം അയാൾ കുണ്ടേക്കാണെങ്കിൽ നമ്മൾ ഇത്ര പെണ്ണുങ്ങളായിട്ട് വലിയ കുഴപ്പം കാണൂല. അല്ല പോയി പറഞ്ഞു നോക്കാടാ. അല്ലേ? പറഞ്ഞിട്ട് കുഴപ്പമിങ്ങനെ ഇരിക്കണോണ്ടാണോ തോന്നുന്നു. അല്ല ഇയാള് സ്ഥിരം പരിപാടി എന്നത് അതാണ് ആ കാറുകാരന്മാരെന്ന് പറഞ്ഞത്. അവൻ മനഃപൂർവ്വം പൈസക്ക് വേണ്ടി വണ്ടി എടുത്തോണ്ട് ആളുകളെ കയ്യില് നന്ദി വിട്ടല്ലോ. ആട്ടോ പിള്ളേരെ വിളിച്ചെങ്കിൽ നിങ്ങൾ എപ്പോഴും എവിടെ എത്തിയാനായിരുന്നു. അതാണ് ആട്ടോ ആട്ടോപ്പാറെ വിളിച്ചാൽ മതിയായിരുന്നു. ഇപ്പൊ എന്തായാലും പോയി നോക്കിട്ടെ പ്രശ്നം ആവുന്നെങ്കിൽ വിളിക്കാം ആരെങ്കിലും. ഇത് കുറെ ദൂരം ഉണ്ടാ ചേട്ടാ 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 എന്റെ അമ്മയുടെ നമ്പർ ഉണ്ടല്ലോ ഈ വീഡിയോ ഒന്ന് അയച്ചു തരണേ എനിക്ക് ഫുൾ എടുത്ത ചവിട്ടിയാൻ കളയായിരുന്നു. നീങ്ങിയിരിക്കടാ അയ്യോ തീക്കട്ടയും കരിപ്പട്ടിയൊക്കെ അല്ലെങ്കിൽ അതെങ്കിലും പൊക്കോയിലെ മണ്ടേക്ക് ചവിട്ടി തള്ളി കൊടുക്കണം. പന്നിയെങ്കിൽ തിന്നോണ്ട് പോയ അവത്തങ്ങളെ വയറും ആളുകളൊക്കെ നീ പതുക്കെ വട്ടീര് അവന്റെ തുഴച്ചത് കാര്യം ഇനിയിപ്പൊ ബോൾറ്റേജിൽ ഇറങ്ങണ എല്ലാം കൂടെ. അവൻ പോട്ട് അവൻ മുമ്പേ പോട്ട് ഷാപ്പിന് പോവേണ അതിന്റെ പുറകെ നീ പോകും. ഈ വഴി തന്നല്ല ചേട്ടാ
തന്നെ അറിയാമോ? കരിക്കട്ട പേര്, കരിക്കട്ടല്ല തീക്കട്ട. തീക്കട്ട. ഇവന്റെയൊക്കെ വീട് ഇവിടെ തന്നെയല്ലേ? അങ്ങനെ എടുത്ത് തോട്ടിലോട്ട് ഇട്ടാലോ? ഇവന്റെ വീടെങ്കിൽ ഇപ്പൊ അങ്ങനെ എടുത്ത് തോട്ടിലോട്ട് ഇട്ടാലോ? എന്നിട്ട് നമുക്ക് എവിടെയെങ്കിലും വഴിക്ക് നിന്ന് ആളുകളെ പൈസ പിടിങ്ങിയതൊരു ശീലമായി കേട്ടാ. കരിക്കട്ട അല്ല, അയ്യോ. ഇറങ്ങല്ല വാ വാ സംസാരിക്കാം, വാ വാ. എനിക്ക് എൻ്റെ ദേഷ്യം വന്ന് കയറുകയാണ്. മര്യാദയ്ക്ക് എനിക്ക് കിട്ടാനുള്ള പൈസ ഇന്ന് അവിടെ നിന്ന് പിടിച്ച് എനിക്ക് കൊണ്ടു തരണം. ഇല്ലെന്നുണ്ടെങ്കിൽ അവൻ്റെ കയ്യോ കാലോ ഞാൻ വെട്ടും. ഈ കഷ്ടതയിലാണെങ്കിൽ ഇങ്ങനെയുള്ള പൈസ നമ്മളെ നിന്ന് വാങ്ങിക്കരുത്. എടാ നീ പറഞ്ഞിട്ടാണ് 25,000 വാങ്ങിച്ചു കൊടുത്തത്. എന്നാ എനിക്ക് എന്റെ വണ്ടി കൊണ്ട് തട്ടിയിട്ട് നീ പൈസ കൊടുക്കാൻ തരാ. നീ പൈസ കൊടുക്കാൻ തരാ. നീ വിടടാ, ഞാൻ ഇവിടെ പൈസ കൊടുക്കാൻ നീ എന്റെ വണ്ടി കൊണ്ടുവന്ന് തട്ടിയണ. അവിടെ നിങ്ങൾ വരാൻ അണ്ണാ വിളിക്കട്ടെ. വിളിയടാ. കുറെ പെണ്ണുങ്ങളൊന്നും അപ്പോൾ നാക്കണ്ണ. അണ്ണാ ഇവനാണ് ഡ്രൈവർ. ഞാൻ ഒന്നും ചെയ്തില്ല. നീ ഇവിടെ ഇല്ല, നീ ഒന്നും ചെയ്യണ്ട. നീ അവിടെ ഇരി, അവിടെ നില്ല്, അവിടെ നില്ല്. അമ്മ പറ, എന്തോന്നമ്മ? ഞങ്ങൾ ഓണപരിപാടിക്ക് പോവാൻ പോയതാണ്. ഈ കാലങ്കാവ് താന്നിമൂട് കഴിഞ്ഞ് കുറച്ച് സ്ഥലം ചെല്ലുമ്പോഴത്തേക്ക് നമ്മൾ ഇങ്ങോട്ട് പോണ റോഡുണ്ടല്ലോ, പേനയോട്ട് ആ റോഡിന്റെ അവിടെ നിന്ന് ഞങ്ങൾ പോവായിരുന്നു. പോയപ്പോഴത്തേക്ക് ഇവര് രണ്ടുപേരും കൂടെ കുടിച്ചു കൊണ്ടുവന്ന് വണ്ടി പറഞ്ഞത് നോക്കിയില്ല, നോക്കാതെ കൊണ്ടുവന്ന് കയറിയതാണ്. ഈ കൊച്ചു ബ്രേക്ക് പിടിക്കായിരുന്നെങ്കിൽ ഇവർ രണ്ടും തീർന്നു പോയായിരുന്നു. വണ്ടി തട്ടിയണ്ട, ഒന്നും സംഭവിച്ചില്ല. എന്നിട്ട് ഈ പെമ്പിളര് യവൻകാരെ പിടിക്കാൻ എന്നെ കയറി പിടിച്ച് എന്താണ് പിടിച്ചത്? അത് ഞങ്ങൾ ഞങ്ങളിൽ എല്ലാ റിക്കാർഡുകളും ഉണ്ട്. ഞങ്ങൾ മൊബൈലും എല്ലാം പിടിച്ചു വെച്ചിട്ടുണ്ട്. കാണിച്ച പ്രവർത്തി എല്ലാം പിടിച്ചു വെച്ചിട്ടുണ്ട്. അവിടെ വണ്ടി ഇട്ടോണ്ട് നിന്നിട്ട് ഈ വണ്ടി ചെല്ലണോ വണ്ടി വരണടാ പറഞ്ഞാണ് എടുത്തോണ്ട് കയറിയത്. അതൊക്കെ ചെയ്യുന്ന ഒരു മര്യാദയാണ്. പോണ വണ്ടികളൊക്കെ അതിനാണ് അയാൾ പറയണത്. ഞാൻ പള്ളു വിളിച്ചെന്ന് പൈസ നീ വാങ്ങിച്ചു തരണം. നീ വണ്ടി എടുത്തോണ്ട് പോയെങ്കിൽ എനിക്ക് അത് എന്ത് കംപ്ലൈന്റ് ഉണ്ടെങ്കിലും എനിക്കത് അറിയേണ്ട കാര്യമില്ല. നീ വാങ്ങിക്കാൻ പോയ പൈസ 50,000 തരണം. ഈ വണ്ടിയുടെ ഇതായിട്ടുള്ള 25,000 തരണം. ഇല്ലാതെ നീ പോവില്ല. പക്ഷെ നീ എവളെ ദേഹത്ത് തൊട്ടതിന് അടിക്കൊന്നും വേണ്ട. പെണ്ണുങ്ങളെ ദേഹത്ത് വണ്ടി എന്ന് എടുത്തോണ്ട് പോയത് ഇന്നലെ എടുത്തോണ്ട് പോയി. ഇന്നലെ ഒരു കുഴപ്പമില്ലായിരുന്നല്ല, ഇന്ന് രാവിലെ ഒരു കുഴപ്പമില്ലായിരുന്നല്ല. നീ 50,000 പൈസ വാങ്ങിക്കാൻ പോണ സമയത്തിലെ പ്രശ്നമുള്ളൂ. അപ്പോഴാണ് ഇവൻ കൊണ്ടുവന്ന് തട്ടിയത്. ഇപ്പൊ വന്ന് ഞാൻ വന്ന് പൈസ എനിക്ക് തോന്നുന്നു ഇവ വേറെ എവിടെയോ കൊണ്ട് വണ്ടി തട്ടിയിട്ട് പൈസ കിട്ടാത്തത് കൊണ്ട് നമ്മുടെ വണ്ടിയുടെ കുറുകെ വെച്ചിട്ട് അടവ് കാണിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ വണ്ടിയിൽ നിന്ന് വീഴുന്നിട്ടാണല്ലോ വന്ന് ഞാൻ പറഞ്ഞില്ലേ വീഴുന്നെന്ന്. ഇടാ നീ പൈസ വാങ്ങിച്ചാൽ അണ്ണന്റെ പൈസ 50,000 വണ്ടിയിലുണ്ട്, വണ്ടിയുടെ ബാക്കിയുണ്ട്. ആ 50,000 അവിടെ ഇരിക്കട്ടെ. 50,000 എനിക്ക് വാങ്ങിക്കാൻ അറിയാം. എവരെയും 25,000 ഇവിടെ എന്റെ വണ്ടി അപ്പൊ നീ 25,000 താടാ. ഇനി ഞാൻ ഒരു കാര്യം, ഇനി ഇതിൽ എനിക്ക് കുറയ്ക്കാൻ പറ്റൂല. 240 ഇനി നിങ്ങൾ എപ്പോഴും പോകാനാണ് അമ്മ 2,000 കൂടെ ഞാൻ കുറയ്ക്കാം. എടാ 20,000 2,500 രൂപ കുറച്ച് കഴിഞ്ഞാൽ എത്രയെന്ന് പറയണം? 20,000 അമ്മ 2,500 ഞാൻ കുറച്ചോളാം. ഒരു മോള് 3 കൊച്ചു കുട്ടികൾ, അത് സ്കൂളിൽ പോയിട്ട് വിളിക്കാൻ ചെല്ലാന്ന് പറഞ്ഞാൽ ഞാൻ വന്ന് ആ കൊച്ചു പെണ്ണെ വിളിക്കും. ഞാൻ ഒരു കൈ ഇവിടെ നിന്നോളാം, അല്ല എന്റെ ഒരു പൈസ ഇല്ല. ഇതേ ആരും ഇല്ലാതെ കിടക്കണം. ഞാൻ എവിടെ നിന്ന് പണം തരണം നിങ്ങൾക്ക്? അമ്മയെ സഹായിക്കാൻ ആരിക്കണ്? തെണ്ടി തിന്നോണ്ട് കിടക്കണം. ഞങ്ങൾ എവിടെ നിന്ന് നിങ്ങൾക്ക് പൈസ? ശരി, ഒരു ഓപ്ഷനും കൂടെ പറയാം. എനിക്ക് 17,500 രൂപയിൽ ഞാൻ ആരെങ്കിലും നിങ്ങൾ ജാമ്യം നിൽക്കുന്ന ഒരാളുണ്ടെങ്കിൽ അവർക്ക് ഞാൻ വട്ടി പലിശ തരാം. ഞങ്ങൾക്ക് വേണ്ട സഹോദരൻ. അല്ല ഞാൻ 17,000 കേൾക്കണം. നമ്മൾ അന്നോട് ജോലി ചെയ്ത് കൊണ്ടുവന്ന് തൊഴിലുറപ്പ് ചെയ്ത് വിധവാ പെൻഷനൊക്കെ വാങ്ങിച്ചു വെച്ചാണ് നമ്മൾ തിന്നണത്. അങ്ങനെയുള്ള നിങ്ങൾക്ക് ഞങ്ങൾ വട്ടിപ്പലിശ എടുത്തിട്ട് ഞങ്ങളെ വീടും പരിപാടിയും കൂടെ വിറ്റ് നിങ്ങൾക്ക് ഞങ്ങൾ എവിടെ ചെന്ന് കിടക്കും? വേണ്ട. നടക്കോ? ശരി, വീടുകൾ എല്ലാവർക്കും വീടുണ്ടല്ലോ, അതിന്റെ ആധാരം കൊണ്ട് തരാനുള്ള ആരെങ്കിലും നിങ്ങൾക്ക് ഒരു വണ്ടി ഇത്തിപ്പുള്ള തട്ടിയാലും നിങ്ങൾക്ക് വീട്ടിലെ ആധാരം വേണം.
വേണം, പിന്നെ വീട്ടിലുള്ള ആളുകൾ വേണം. നിങ്ങൾക്ക് ഞങ്ങൾ ഇനി എവിടെ നടത്തി തരും? അമ്മ ഞാൻ നിങ്ങൾക്ക് കയറി കിടക്കണ്ടേ? നിങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങള്. അമ്മ ആധാരം എന്റെ വീട്ടിലിരിക്കും, പക്ഷെ നിങ്ങൾക്ക് കയറി കിടക്കാം കുഴപ്പമില്ല. നിങ്ങൾക്ക് അങ്ങനെ ഒരു പുല്ല് വേണ്ട. നിങ്ങളെല്ലാം കൂടെ നിങ്ങൾ ഞങ്ങളെ വീട്ടിലേക്ക് ഞങ്ങൾ എല്ലാവരും കൂടെ ഈ വീട്ടിൽ താമസിച്ചോളാം. ഇവിടെ താമസിക്കും. 3 നേരം ഫുഡ് ഞാൻ തരാം. ഞങ്ങൾ അത്രേ ഉള്ളൂ. അത് പൈസ ഒന്നും വേണ്ട. എവന്റാണ് അതിന്റെ പറയുന്നു മര്യാദക്ക് ഞാൻ ഓരോ കാര്യം ഇങ്ങോട്ട് കൊണ്ടപ്പോ ഈ കുഴി കൊണ്ടിടാനാണോ ഞങ്ങളെ ഇവിടെ വന്ന് ചെയ്യണം. നീ ഇവിടെ വാടാ. കുഴിയെ കൊണ്ടിട്ടില്ലാണ് ഞാൻ അപ്പഴും തുറന്നു പറഞ്ഞത്. നീ ഇവിടെ ഇരി. നിനക്ക് ഞാൻ ഞാൻ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളൂ ഇങ്ങനെയൊക്കെ ഉള്ളത്. 5 മിനിറ്റ് സമയം തരും. വിളിച്ചാണോ പറയാൻ? എല്ലാരും വിളിച്ച് പറഞ്ഞു 5 മിനിറ്റ് സമയം തരും. ഇതിനകത്ത് ഈ നിൽക്കണ തീപ്പട്ടി അടക്കമുള്ള ടീമുകളെന്നോ ഈ അമ്മമാരെന്നോ ഒന്നീ ആധാരം ഇല്ലെങ്കിൽ പൈസ അതിനൊപ്പിച്ചുള്ള എന്തെങ്കിലും എനിക്ക് തന്നു കഴിഞ്ഞാൽ എവരെ പോവാ. അല്ലാതെ ഇന്ന് ടൂറും പോവില്ല. മുദ്രപത്രത്തിൽ ഒപ്പിട്ട് തന്നാലും മതി. മതി, എനിക്കത് മതി. മുദ്രപത്രത്തിൽ ഒപ്പിട്ട് തന്നാലും മതി. ഞാൻ ഒരു മുദ്രപത്രം എല്ലാ അഡ്രസ്സിലും തന്നെ മുദ്ര. ഉത്തരപത്രവും വേണ്ട. നീ ഇറങ്ങ്. പൈസ കൊടുത്തിട്ട് ഞാൻ നീ ഇറങ്ങി നിനക്ക് എത്ര രൂപ വണ്ടി വർഷാപ്പിൽ വണ്ടി നന്നാക്കണം. നിനക്ക് ഞാൻ നന്നാക്കി തരാം. ഇറങ്ങ്. 18,000 രൂപ. ചെറുക്കൻ വർഷം കൊടുക്കാം. പ്രായമുള്ള ആൾക്കാരാണ്. ഞങ്ങൾ ഇഷ്ടം ഓണ കാലഘട്ടം ഞങ്ങൾ മാമി 2,000 വെച്ച് കുടിക്കും. നിങ്ങൾ 2,000 വെച്ച് കുടിക്കും. അത്ര ദ്രോഹം നീ ഞങ്ങളുടെ ചെയ്ത് കളഞ്ഞു. ഞങ്ങളെ ഇവിടെ വാങ്ങിക്കാതെ നിന്റെ മാത്രം നീ നോക്കിക്കോ. 2,000 വെച്ച് കുടിക്കും. ഞങ്ങൾ എന്തിനു കൊടുക്കണോ? ഓണാഘോഷത്തിന് ഞങ്ങളെ വിളിച്ച് ഞങ്ങൾ വന്നതിന് ഓണം നാളെ ഓണം നാളെയാണ്. ഓണാഘോഷം ആയില്ലടാ. അവര് ഇതിനായിട്ട് പോയി. വിധവ പെണ്ണുങ്ങളെ ദ്രോഹിക്കുന്നതിന് ഒരു മര്യാദ ഉണ്ട് കേട്ടോ. നിയമം ശിക്ഷിക്കും. 2,000 വെച്ച് കുടിക്കാം. ശിക്ഷയൊക്കെ മാറും. ഡ്രൈവർ അമ്മയാണ്. ദ്രോഹമായിട്ട് നേരം വെളുത്ത് വെള്ളം പോലെ കുടിക്കാൻ ഞങ്ങൾ ഈ കാര്യത്തിന് ഇറങ്ങിയ നീ കുറുക്കെ വന്നേരം ഞങ്ങൾ ഈ ദ്രോഹിച്ചേന്. അമ്മ നിങ്ങൾ വരി അമ്മ ബാബ എല്ലാരും വരി. നീ ഇതേ എന്നാ നീ പാടാ. നീ എവനെവിടെ വീട്ടിൽ ഇറങ്ങിയാണ് ദേഹങ്ങൾ തളരണം. അണ്ണാ ഞാൻ പറഞ്ഞ അണ്ണാ വാടാ. നീ വാടാ വാടാ. ആണോ ഇങ്ങോട്ടോ അടച്ചിട ഒന്നും ചെയ്യില്ല. ഈ തവയെടുത്ത് തവ അടിക്കളെ ഇന്നത്തെ സദ്യ ഇതിനല്ലേ കൊണ്ടുവന്നത്? ആ അതെ. ഈ വർഷം നമ്മുടെ കൗമുദി ടിവിയുടെ ഓ മൈ ഗോഡ് നിങ്ങളുടെ കൂടെയാണ് ഓണസദ്യ കഴിക്കുന്നതും ഓണം ആഘോഷിക്കുന്നതും. നമ്മുടെ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി സദാ കഠിനാധ്വാനം ചെയ്യുന്ന തൊഴിലുറപ്പ് തൊഴിലാളികൾ. ഇത് ഞങ്ങൾ സമർപ്പിക്കുന്നത് കേരളത്തിലുള്ള എല്ലാ നന്മ നിറഞ്ഞ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും വേണ്ടിയിട്ടാണ്.
സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ആദരവാണ്. ഓ മൈ ഗോഡ് ടീമിന്റെ ആദരവാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഇനി ഓരോരുത്തർക്കും ഞങ്ങൾ ഒരു ഗിഫ്റ്റ് ഓ മൈ ഗോഡ് ടീമിന്റെ ഗിഫ്റ്റ് കൊടുക്കുകയാണ്. ഈ ഗിഫ്റ്റ് എല്ലാം നമുക്ക് തന്നിരിക്കുന്നത് മെൻസ് വേൾഡ് ആണ്. അപ്പോൾ എല്ലാവർക്കും ഓ മൈ ഗോഡ് ടീമിന്റെ പൊന്നോണാശംസകൾ.